പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയാണ് കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പരക്കെ മഴയാണല്ലോ. അപ്പോൾ നമ്മളിവിടെ നല്ല മഴയുണ്ട്. കുറഞ്ഞൊരു വളർച്ച ഇങ്ങനെ വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതിട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടുണ്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മളൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അന്ന് കമൻറ്റ് രൂപത്തിൽ അതൊന്ന് അറിയിക്കുകയും ചെയ്യുക കേട്ടോ. പിന്നെ പറയാനുള്ളത്, എല്ലാവരും കണ്ടു തുടങ്ങുമ്പോൾ തന്നെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറച്ച് ചെടീൻ്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ മഴ പെയ്തപ്പോൾ ചെടികളൊക്കെ ഏകദേശം ഒരു നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടില്ല, ഈ ചെടീൻ്റെ ഇലകളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. പിന്നെ വേണ്ടില്ല, ഇവിടെ ഈ ചെടിപ്പോൾ കുറച്ച് നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. കുറച്ച് അകലം കുറച്ച് അകത്തി വെക്കേണ്ടി വരും. കുറച്ച് ഈ ഇലകളിങ്ങനെ വലുതായപ്പോൾ അപ്പോൾ നമ്മൾ ചെടികളൊക്കെ കുറച്ച് ഇല അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയിൽ നിന്ന് ഓരോ ചട്ടികൾ മാറ്റിയിട്ട് നമുക്ക് ഒന്ന് അകലം ആക്കി വെക്കണം. ഏകദേശം ഒരു 3/4 മീറ്ററോളം ഓരോ ചെടിയും മാറ്റണം. ഇതൊക്കെ ഇപ്പോൾ മഴ പെയ്ത് നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ കൊണ്ട് ഉഷാറായതാണ് കേട്ടോ. ഈ റോസൊക്കെ മഴ തട്ടിയപ്പോൾ എല്ലാം കൊണ്ട് നാശമായിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ചെടി ഒരു ഉച്ചയാകുമ്പോഴാണ് വിരിയുന്നത് കേട്ടോ. ഇതിൻ്റെ പൂവ് ഒരു 12-1 മണിയൊക്കെ ആകുമ്പോൾ ശരിക്കും വിരിയുള്ളൂ. അതുവരെ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ കോളാമ്പി ഇവിടെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കോളാമ്പി ഉണ്ട്. അതുപോലെ നമ്മൾ പുതിയ റോസുകൾ ഒക്കെ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. റോസ് ഇതൊരു പുതിയൊരു തരം റോസാണ് കേട്ടോ. നല്ല കൊലകൊലയായിട്ടുണ്ടാവും ഇത്. അതുപോലെ തന്നെ ഈ റോസിന് നല്ല ചെടികൾ പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ മഴ പെയ്തപ്പോൾ അതൊക്കെ അതുകൊണ്ട് നാശമായിട്ടുണ്ട്. നല്ലൊരു റോസിൻ്റെ ഒരു പൂവായിരുന്നു കേട്ടോ. അതൊക്കെ നാശമായി. അതൊക്കെ നമ്മൾ വളർത്തിട്ടുണ്ട്. അതിൻ്റെ ഈ കളറിങ്ങനെ ഇതാണ്. പിന്നെ അതുപോലെ ഇവിടെ ചെടികളൊക്കെ നമ്മൾ ഈ ബോഗൺവില്ലേൻ്റെ ഇതൊക്കെ നനഞ്ഞിട്ട് പൂവൊക്കെ തൂങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നനവ് എല്ലാം നല്ല നനവായിട്ട് ബോഗൺവില്ലൊക്കെ നല്ല നനവാണ്. നമുക്കെന്തോ ഒരു വിഷയമുണ്ട് കേട്ടോ, സോറി. അതുകൊണ്ടാണ് നമ്മൾ സംസാരത്തിലൊരു ഇത് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതുണ്ടല്ലേ, നമ്മളെ ഇതൊക്കെ നമ്മൾ ഈ കട്ട് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഈ റെഡ് പ്ലാന്റൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ഈ ചെറിയ കുളത്തിൽ ആമ്പൽ 2 വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ വലിയ കുളത്തിലും ഉണ്ട് കേട്ടോ ആമ്പൽ. ഇവിടെയൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുപോലെ അതുണ്ടല്ലേ, ഈ റെഡ് പ്ലാന്റൊക്കെ നമ്മൾ കട്ട് ചെയ്യാനായിട്ടുണ്ട്. ഇനി താഴ്ത്തിയിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മഴ പെയ്തപ്പോൾ ഇവിടെ തെങ്ങിൻ്റെ ഓല കുറേ ദൂരത്ത് പാറി വന്നാട്ടോ. ഇവിടെ അടുത്തൊന്നും തെങ്ങില്ല. തെങ്ങിൻ്റെ ഓലൊക്കെ ആ കാറ്റിനിങ്ങനെ പറന്ന് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ഈ ചെടികൾ ഇതൊരു ചെറിയൊരു കുളത്തിൻ്റെ അതിലുള്ളൊരു ഇതാണ് കേട്ടോ. റെഡിമെയ്ഡ് നമ്മൾ വാങ്ങാൻ കിട്ടുന്നതാണ് അത്. അതിലാണ് ഈ ലില്ലി പോപ്പി വെച്ചിട്ടുള്ളത് കേട്ടോ. അതിൽ ഉഷാറായിട്ട് ഉണ്ടാവണുണ്ട്. ഇതൊരു പൂവ് ഇട്ടുള്ള ഇതിൻ്റെ മുന്നേ പൂവ് ഇട്ടിരുന്നു. പിന്നെ പൂവ് ഇടാനാവുന്നുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 10 മണി മുല്ല ഉണ്ട് കേട്ടോ. അത് ഈ 10 മണി മുല്ല ഇത് കണ്ടില്ലേ, ഇത് നോക്ക്, നല്ല കളറാണ് കേട്ടോ. നല്ല കളറ്. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഈ
എന്താണ് ഇതിന് പറയുക, ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. പിന്നെ അതുപോലെ ബോഗൺവില്ല ഇവിടെ ഇതൊക്കെ പൂവ് ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പൂവ് ഇട്ടാലും അത് ഉഷാറാവില്ല കേട്ടോ. ഈ മഴ ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനാണ്ട് പിന്നെ പൊഴിഞ്ഞ് അടയിക്കാരം, അല്ലാതെ പൂവിടുന്നില്ല. പൂവിൻ്റെ സീസണ് കഴിഞ്ഞല്ലോ. പിന്നെ ഇതുപോലൊക്കെ നല്ല ഇപ്പോഴത്തെ പൂവ് ഇങ്ങനെ ഉണ്ടാവണുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, ഇതൊക്കെ പൂവുണ്ടാവണത് ഈ ഭാഗത്ത്. പിന്നെ അതുപോലെ തന്നെ ഈ ഇവിടെ പിന്നെ നമ്മളെ ഈ 10 മണിയുള്ള കണ്ടില്ല, വെള്ള കളറുണ്ട് കേട്ടോ. ഇത് നല്ല വെള്ള കളറാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വേറെയും കളറുകളുണ്ട്. 10 മണിമുല്ല നമ്മൾ ഒരേ കളറുള്ളത്, പല കളറുള്ളത് ഇങ്ങനെ ഒരേ ചട്ടിയിൽ ഇങ്ങനെ വെക്കുമ്പോൾ അത് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നമ്മളെ ചെടികളൊക്കെ ഇങ്ങനെ ഇവിടെ ചീരയാണ് കേട്ടോ. ഇതിന് പുഴുക്കേട് നല്ലതുണ്ട്. നമ്മൾ ആ പുഴുക്കേടിന് നമ്മൾ മരുന്നൊന്നും അടിക്കണില്ല കേട്ടോ. മരുന്ന് അടിച്ചാൽ നമുക്ക് കഴിക്കാനും പറ്റില്ല, അതുകൊണ്ട് നമ്മൾ മരുന്നൊന്നും അടിക്കണില്ല. അതുപോലെ ഇവിടെ ബോഗൺവില്ല മേലെല്ലാം പൂവുണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നെ മഴ ഇതാണ് പോകും. നമ്മൾ വയനാട്ടിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ. ഇതൊരു കാട്ടുചെടിയാണ്. നമുക്കത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ചെടിയായിട്ട് തോന്നും. ഇത് അവിടെ ഈ കാടുകളിലൊക്കെ ഉള്ളത് നമ്മൾ പറിച്ച് കൊടുന്നിട്ട് ഇതിവിടെ മുട്ടുണ്ടാവണമുണ്ട് കേട്ടോ. അത് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതും ഒരു അവിടെ കാട്ടിലുള്ള ഒരു പിന്നെ സൂര്യകാന്തിൻ്റെ ഒരു മഞ്ഞ പൂ ഉണ്ടാവില്ല, അതാണ് കേട്ടോ. അതും പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തത് വേണ്ടിയില്ലേ, ചെടി നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടത്. ഇതിമൊരു പിന്നെ പുളിവണ്ടകൻ്റെ അതിലുള്ളൊരു ഇതുണ്ടാവും കേട്ടോ. നല്ല പൂക്കളുണ്ടാവും. പിന്നെ നമ്മളവിടെ വേണ്ടിയില്ല ഈ പിന്നെ 10 മണിമുല്ല, ഇവിടെയും 10 മണി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ അത് നമ്മളെ മുളക് മരമാണ്. മുളക് മരം നമ്മളെ തെച്ചിപ്പൂമ്പലൊക്കെ പൂവ് കഴിഞ്ഞത് പിന്നെ കട്ട് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഇത് വഴുതനങ്ങൻ്റെ മരമാണ്. വഴുതനങ്ങ പിന്നെ കുറേ വഴുതനങ്ങ നമുക്ക് ഇന്ന് കിട്ടുകയാണ് കേട്ടോ. ഇപ്പോഴും ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ നമ്മൾ പിന്നെ ഈ ഭാഗത്ത് പിന്നെ കണ്ടില്ലേ, ഇതെല്ലാവരും പറയുന്ന സീസൺ ചെടിയാണ്. ഇത് ഏത് കാലത്തും ഉണ്ടാവും കേട്ടോ. നമ്മളവിടെ ഇപ്പോൾ ഒരു 6 പ്രാവശ്യം ഉണ്ടായി. സീസൺ ചെടിയൊന്നുമല്ല അത്. പിന്നെ അതുപോലെ തന്നെ നമ്മളവിടെ പിന്നെ ഈ ഇവിടെ ഒരു തെച്ചിൻ്റെ ഒരു ഇതുണ്ട്. ഇത് നമ്മൾ ഒരു ആമ്പലിൻ്റെ ഇല കൊടുന്നിട്ടാണ് കേട്ടോ. ഈ ആമ്പലിൻ്റെ ഇല കൊടുന്നാൽ അതിൻ്റെ തണ്ടുമ്പിൽ ഒരു വേര് പിടിച്ചിട്ട് ഒരു തയ്യാവും കേട്ടോ. അങ്ങനെ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുന്നിട്ടതാണിത്. പിന്നെ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. നമ്മൾ വയനാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊടുന്നതാണത്. പിന്നെ അതുപോലെ ഇവിടെ ഈ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ട് പിന്നെ നല്ല പിന്നെ ഷാറിലുണ്ടാവുന്നു. ഇതിപ്പോൾ ഒരു പുതിയൊരു ഇതിന് വിരിഞ്ഞതാണ് കേട്ടോ ഈ ഒരു ഗ്രൗണ്ട് ഓർക്കിഡ്. പിന്നെ അത് വെള്ളമല്ല, ഒരു റോസ് കളറാണ്. ഞാൻ വിചാരിച്ച് വെള്ളമാണെന്ന് ഞാൻ കരുതിയത്, പക്ഷേ വെള്ളമല്ല. ഇവിടെയൊക്കെ പുക ഇവിടെ കത്തിച്ചിട്ടൊരു പുക ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പുറത്താരോ കത്തിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മളിങ്ങനെ പോരുകയാണ് കേട്ടോ. അല്ലാതെ തന്നെ ഒരുപാട് കാണിക്കാനുണ്ട്. കണ്ടിട്ട് പോകുന്നില്ല. അത് പിന്നെ അതുപോലൊക്കെ പൂക്കൾ പിന്നെ ഒക്കെ നനഞ്ഞ് പൂക്കളൊക്കെ നനഞ്ഞ് നാശമാകുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനൊക്കെ വിരിയുന്നുണ്ട്. പിന്നെ അതിപ്പോൾ വിരിഞ്ഞിട്ട് കാര്യമില്ല, എങ്ങനെയായാലും പൊയിഞ്ഞ് ചാടി പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ അടിയുള്ള ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാറിന് എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ചെയ്യട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കും ചെയ്യട്ടോ. എല്ലാവരും ഒന്ന് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. നമുക്കൊരു 1000 ലൈക്ക് ചെയ്യണം കിട്ടണം. ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഒരുപാട് ആളിലേക്ക് എത്താനൊരു സഹായം കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാമെന്ന് പറഞ്ഞത്. അതുപോലെ ഇനി ഈ വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ടുപോകണില്ല. അതുകൊണ്ടില്ല, ഇവിടെ ഈ 10 മണിമുല്ല നല്ല ഉഷാറുണ്ട്. ഇതൊരു റോസ് കളറാണ്. പിന്നെ അപ്പോൾ ഞാൻ ഈ വീഡിയോ എല്ലാം നീട്ടിക്കൊണ്ടുപോകണില്ല. ഞാൻ ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.